വെൽക്കം ടു ടെയിൽസ് ഓഫ് ഫിഷ. എൻ്റെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ കാലമായി. ഞാനിപ്പോൾ അങ്ങനെ ലോങ് വീഡിയോ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഷോർട്സ് വീഡിയോ ഞാൻ ഒരു 3 to 4 days ഒക്കെ ആകുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കുറച്ച് റീച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഇതുപോലെ ഫേസ് ടു ഫേസ് ഇങ്ങനെ വന്നിട്ട് എൻ്റെ വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ പറഞ്ഞു പോകുമ്പം 5, 6 അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ ആയി പോകും. ഒരു വലിയ ലോങ് വീഡിയോ ആയി പോകും. ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു 3 മിനിറ്റിനുള്ളിൽ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം. ഏകദേശം എനിക്ക് തോന്നുന്നു 1 മിനിറ്റൊക്കെയുള്ള വീഡിയോസാണ് പെട്ടെന്ന് മൂവ് ആയി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇത്രയും നാളും എൻ്റെ ടെയിൽസ് ഓഫ് ഇഷ എന്ന് പറയുമ്പോൾ ഇഷ എന്നാണ് എൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, എന്താ പഠിച്ചത്, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ പേര് ഇഷ എന്നാണ്. ഞാൻ പഠിച്ചത് കോട്ടയം CMS കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പോൾ CMS കോളേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. അവിടെ പഠിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ PG ഡിപ്ലോമ ചെയ്തത് ജേർണലിസമാണ്. PG ഡിപ്ലോമ ജേർണലിസമാണ് ചെയ്തത്. അത് ഞാൻ കോട്ടയം പ്രസ് ക്ലബ്ബിലാണ് ചെയ്തത്. അതെൻ്റെ വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി ചെയ്തതാണ്. പക്ഷേ വിധി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഒരു പത്രപ്രവർത്തകയാകാൻ സാധിച്ചില്ല. പ്രൊഫഷണലി ഒരു പത്രപ്രവർത്തകയായി വർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും പത്രപ്രവർത്തനത്തിൻ്റെ ഒരു തീ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്നത്തെ പത്രപ്രവർത്തനത്തോട് എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. എൻ്റെ ഒരു എത്തിക്സ് അനുസരിച്ച് ഇന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫീൽഡിൽ വരാഞ്ഞതിൽ എനിക്ക് യാതൊരു വിഷമവും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു പ്രൊഫഷനായി കണ്ട് ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നൊന്നുമില്ല പത്രപ്രവർത്തകയാകാനും അല്ലെങ്കിൽ ഒരു അവതാരകയാകാനും ന്യൂസുകൾ പറയാനായിട്ടൊന്നും അത് പഠിക്കണമെന്നൊന്നുമില്ല. ഒരു മൈക്കും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എല്ലാവർക്കും അതായത് എല്ലാവർക്കും ഇപ്പോൾ പത്രപ്രവർത്തകരാണ് എല്ലാവരും. കാരണം ഇപ്പോൾ ഒരു ന്യൂസ് കണ്ട് അത് അപ്പം തന്നെ മൊബൈലിൽ അപ്ലോഡ് ചെയ്ത് അത് ജനങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഇപ്പം അതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേക ഒരു കാറ്റഗറി ആയിട്ട് പത്രപ്രവർത്തകരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പത്രപ്രവർത്തനം അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മറ്റുള്ളവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനോടും എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയം വിടാം. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പഠിച്ച് ജോലി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം എനിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം കൂടെ പറയാം. പക്ഷേ അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെയുള്ള താല്പര്യം ആണ് എന്നെ ഈ മേഖല പഠിക്കാൻ കൊണ്ടെത്തിച്ചത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നു ആ എഴുത്തും വായനയും ഒക്കെ എനിക്ക് അങ്ങനെ കിട്ടിയ കുറേ അറിവുകൾ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് എനിക്ക് താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം അതെന്നെക്കൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെക്കൊണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞാനൊരു ലോങ് വീഡിയോ, അതായത് എനിക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇന്ന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്കിനി കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കമൻസൊക്കെ ഇടണം കേട്ടോ. ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ ഇടാം. അതിനുള്ള മറുപടി ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ലോങ് വീഡിയോ ആയി കാണാം. ഓക്കെ, ബൈ.